ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CSER UGC നെറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് നമ്മുടെ ഐഫറിലെ CSER UGC നെറ്റിൻ്റെ JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദ ലിങ്ക് ഫോർ ദാറ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ലെറ്റ്സ് വി സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജിയിൽ വളരെ ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ CSER UGC എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ C4 സൈക്കിൾ. യു ക്യാൻ സീ ദ C4 സൈക്കിൾ അല്ലേ. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ തന്നെ വളരെ ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം, ഒരു സിസ്റ്റമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഈ ഫോട്ടോസിന്തസിസിന് മെയിനായിട്ട് രണ്ട് പോർഷൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് or ഫസ്റ്റ് പോർഷൻ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദാറ്റ് ഈസ് കാർബൺ അസിമിലേഷൻ. അതായത് അറ്റ്മോസ്ഫിയറിക്കിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് അതിനെ മാറ്റുക. സ്റ്റാർച്ച്, ഷുഗർ പോലെയുള്ള സിമ്പിൾ ഫോമിലേക്ക് അവർക്ക് അബ്സോർബ് ചെയ്യാനും അവർക്ക് ഡേ ടു ഡേ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ ഫിക്സ് ചെയ്യാം. ദാറ്റ് ഈസ് ദ കാർബൺ റിയാക്ഷൻ. സോ ഇതിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എനർജറ്റിക്സ് ആയിട്ടുള്ള ATP, NADPH എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ ഈ പറഞ്ഞ കാർബൺ റിയാക്ഷൻസ് അവരൊക്കെ എറിയുന്നത്. സോ കാർബൺ റിയാക്ഷൻസ് അല്ലെങ്കിൽ കാർബണെ ഫിക്സ് ചെയ്യുന്ന മെയിൻ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ C3 സൈക്കിൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ C3 സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് കാൽവിൻ സൈക്കിൾ എന്നൊക്കെയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ C4 cycle. C4 cycle is known as Hatch and Slag pathway. Okay, Hatch and Slag pathway എന്നാണ് പറയുക. And the third one is the CAM. That is the Crassulacean acid metabolic pathway. അങ്ങനെ മൂന്ന് pathways ആണ് ഈ ഒരു കാർബണെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ C4 cycle. ഓക്കെ, ലെറ്റ്സ് വി ചെക്ക് ഓൺ ദാറ്റ്. അപ്പോൾ C4 സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി C3 സൈക്കിൾ എന്ന് പറയുന്നത് പക്ക നമ്മൾ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ഫിക്സ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർച്ച്, ഷുഗർ പോലെയുള്ള ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റും. 3-ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലേക്കും. അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ് ആക്ച്വലി. ആ ഇൻ്റർമീഡിയറ്റ് ആണ് പിന്നെ പല വഴിക്കായിട്ട് മൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്ലാന്റ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് C4 സൈക്കിൾ ആൻഡ് CAM പാത്വേ, ഈ രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ രണ്ട് മെക്കാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മേക്കിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് പ്ലാന്റിൻ്റെ ലീഫ് സെല്ലുകളിൽ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷനെ ഹൈ ആയിട്ട് കൊണ്ടുവരാം. കാരണം ഈ കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ ദർ വിൽ ബി എ ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു കാൽവിൻ സൈക്കിൾ വളരെ ഈസിയസ്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഫോട്ടോ റെസ്പിറേഷൻ ആണ്. സോ ഇറ്റ്സ് വെരി ഹാംഫുൾ ഫോർ ദ പ്ലാന്റ്സ്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു കാൽവിൻ സൈക്കിൾ വളരെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഈസിയസ്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ. അപ്പോൾ ആ ഒരു ഹൈ എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാവാൻ വേണ്ടി നടത്തുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള മെക്കാനിസംസ് ആണ് C4 സൈക്കിളും CAM സൈക്കിളും. ബോത്ത് ആർ യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വേറൊരു മെക്കാനിസം ആണ്
കാർബൺ പമ്പ്സ് അറ്റ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മെക്കാനിസം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് വി ആർ ഫൗണ്ട് ഇൻ ദ ആൽഗെ അല്ലേ, സ്മോളർ അക്വാട്ടിക് പ്ലാന്റ്സുകളൊക്കെ ആയിട്ടുള്ള യൂണിസെല്ലുലർ ബാക്ടീരിയ അതുപോലെ ആൽഗെ ഒക്കെ ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ് ഓർഗാനിസത്തിലാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉള്ളത്. C4 ആൻഡ് CAM പാത്വേ എന്ന് പറയുന്നത് ബാക്കിയുള്ള ലാൻഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും നമ്മൾ C4 അതുപോലെ CAM പാത്വേ ആണ് കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഹോട്ട് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന പ്ലാന്റ്സുകളിലാണ് ആക്ച്വലി ഈ പറഞ്ഞ C4 സൈക്കിളും CAM പാത്വേ ഒക്കെ കോമൺ ആയിട്ട് നടക്കുന്നത്. സോ C4 സൈക്കിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ ബി ഒക്യൂർ ഇൻ ദ പ്ലാന്റ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഹോട്ട് എൻവയോൺമെൻറ്റ് അല്ലേ, ഹോട്ട് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലുള്ള പ്ലാന്റ്സുകളിലാണ് ഈ ഒരു C4 സൈക്കിൾ നമ്മൾ കോമൺ ആയിട്ട് കാണുക. പിന്നെ ഈ ഒരു C4 പ്ലാന്റ്സിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ ഡിഫറെൻറ്റ് ലീഫ് അനാട്ടമി. ലീഫ് അനാട്ടമി വളരെ ബേസിക്കലി വ്യത്യാസമുണ്ട്. C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സും നമ്മൾ അവരുടെ ലീഫ് അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ലീഫ് സെല്ല് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ സിംഗിൾ ലൊക്കേഷൻ ദാറ്റ് വേർ എ ക്ലോറോപ്ലാസ്റ്റ് വിൽ ബി ഇൻഹാബിറ്റിംഗ്. ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ലൊക്കേഷനാണ് നോർമൽ ലീഫിൽ അല്ലെങ്കിൽ C3 പ്ലാന്റ്സിൻ്റെ ലീഫിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ആ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾഡ് ഇറ്റ് ആസ് മീസോഫിൽ സെൽസ്. മീസോഫിൽ സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നത് കാണാറുള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്ലോറോപ്ലാസ്റ്റ് വിസിബിൾ ആവും. ആ ഒരു കണ്ടീഷനാണ് മീസോഫിൽ സെൽസ് ആൻഡ് ബണ്ടിൽ ഷീത്ത്. ഇതാണ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഒരു C4 പ്ലാന്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ ഡിഫറെൻറ്റ് അപ്രോച്ച് ഇൻ ദം ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്രാൻസ് അനാട്ടമി. ഈ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് വി കോൾഡ് ഇറ്റ് ആസ് ഹിയർ അല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾഡ് ഇറ്റ് ആസ് ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഈ ക്രാൻസ് അനാട്ടമിയുടെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ സീ ഹിയർ ദ ബണ്ടിൽ ഷീറ്റ് അല്ലേ, ഇവിടെ നമുക്ക് എന്ത് കാണാം, സൈലം അതുപോലെ തന്നെ ഫ്ലോയം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ സൈലം ഫ്ലോയം എന്ന് പറയുന്നതാണ് വാസ്കുലർ ബണ്ടിൽസ് അല്ലേ, വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം ആണ്. അപ്പോൾ ഈ വാസ്കുലർ ബണ്ടിലിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ലെയർ ഓഫ് സെല്ലിനെ കാണാൻ പറ്റും. ഈ കാണുന്ന ലെയർ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബണ്ടിൽ ഷീത്ത് എന്ന് പറയാം. ഓക്കെ, ബണ്ടിൽ ഷീത്ത്. ബണ്ടിൽ എന്ന് പറഞ്ഞാൽ വാസ്കുലർ ബണ്ടിലാണ്. ആ വാസ്കുലർ ബണ്ടിലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഓഫ് സെല്ലുകളുണ്ട്, അതിനെയാണ് നമ്മൾ ബണ്ടിൽ ഷീത്ത് എന്ന് പറയാം. ഈ ബണ്ടിൽ ഷീത്തിനെ കൂടാതെ നമുക്ക് വളരെ എയർ ഫിൽഡ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് സെല്ലിനെ കാണാം, അതാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ C3 പ്ലാന്റ്സിൻ്റെ കേസിൽ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് വിസിബിൾ ആവുന്നത് ഈ ഒരു മീസോഫിൽ സെല്ലിൽ മാത്രമായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ക്രാൻസ് അനാട്ടമി ഓർ ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് നമുക്ക് 2 തരം സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ബണ്ടിൽ ഷീത്ത് സെല്ലിലും മറ്റൊന്ന് മീസോഫിൽ സെല്ലിലും. ഈ 2 സെല്ലിലുമായിട്ടാണ് C4 സൈക്കിൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബി മൂവ് ടു നെക്സ്റ്റ്, ദാറ്റ് ഈസ് യെസ്, അതായത് ഈ 2 സെല്ലുകളുടെയും, അതായത് മീസോഫിൽ സെല്ലിൻ്റെയും അതുപോലെ തന്നെ ബണ്ടിൽ ഷീത്ത് സെല്ലിൻ്റെയും ഒരു കോപ്പറേറ്റീവ് എഫേർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു C4 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2 സെല്ലുകളും ആക്ച്വലി നിങ്ങൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ വിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ബണ്ടിൽ ഷീത്ത് സെല്ലും മീസോഫിൽ സെല്ലും 2 വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളാണ്. അപ്പോൾ ഈ 2 സെല്ലുകളും അടുത്തടുത്തിരിക്കുന്ന സെല്ലുകളാണ്. പക്ഷേ ഇവിടെ ഈ സൈക്കിൾ രണ്ടുപേരും, ഈ സൈക്കിൾ എന്ന് പറയുന്നത് 2ലും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ ഇവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണം. സോ ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് കേട്ടോ, പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ പ്ലാസ്മോഡെസ്മാറ്റിൽ കണക്ഷൻസ് ഉണ്ടാവും, ഈ സെല്ലുകൾ തമ്മിലൊരു
കണക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ഭാഗത്ത് C4 സൈക്കിളിൻ്റെ കുറച്ച് സ്റ്റേജസ് നടക്കുന്നു. അങ്ങനെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. ആ C4 സൈക്കിളിൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ കാൽവിൻ സൈക്കിളായിട്ടുള്ള C3 സൈക്കിളിൽ പങ്കെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ രണ്ടിലും കൂടി ആയിട്ടാണ് ഇവർ C4 C3 സൈക്കിൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക് സ്റ്റേജസ് ഓഫ് ദി C4 സൈക്കിൾ. മെയിനായിട്ട് ഈ ഒരു C4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റെപ്പുകളിലൂടെയാണ്, അല്ലെങ്കിൽ 4 സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഒരു C4 സൈക്കിൾ കംപ്ലീറ്റ് ആവുക. 4 സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ ഫിക്സേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷനാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ഫസ്റ്റ് സ്റ്റേജ് ഫിക്സേഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, ബൈ ദ കാർബോക്സിലേഷൻ ഓഫ് പെപ്പ്. പെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് അല്ലേ. നമുക്കറിയാം ഗ്ലൈക്കോലൈസിസ്, അങ്ങനെ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് പ്ലാന്റ് സെല്ലുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകൾ പ്ലാന്റിൻ്റെ സെല്ലുകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ മീസോഫിൽ സെല്ലിൽ എന്ത് ചെയ്യും, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ പെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെപ്പിലേക്ക് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുക. അതിനെ നമ്മൾ കാർബോക്സിലേഷൻ എന്നാണ് പറയുക, ഈ ആഡിങ്ങിനെ. അപ്പോൾ ആ കാർബോക്സിലേഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിനെ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് നോൺ ആസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ C4 ആസിഡ്. അതായത് ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു 4 കാർബൺ ഉള്ള ഒരു ആസിഡ് ഉണ്ടാവും. ഇറ്റ് മേ ബി മാലേറ്റ് ആവാം, അല്ലെങ്കിൽ എസ്പാർട്ടേറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ആസിഡ് ആയിരിക്കും. C4 ആസിഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നുണ്ടാവുക, 4 കാർബൺ ഉള്ള ആസിഡ് ആയിരിക്കും. ആ C4 ആസിഡ് എന്ത് ചെയ്യും, മീസോഫിൽ സെല്ലിൽ നിന്നും ബണ്ടിൽ ഷീറ്റിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ട് ആ C4 ആസിഡ് വീണ്ടും എന്ത് ചെയ്യും, ഡീകാർബോക്സിലേഷൻ നടക്കും. എന്താ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ട് സെപ്പറേറ്റഡ് ആവും, അല്ലെങ്കിൽ അതിനൊരു എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിന് ഇവർ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്ക് പോവും, കാൽവിൻ സൈക്കിളിൽ എൻട്രി ചെയ്യും. കാരണം കാൽവിൻ സൈക്കിൾ ഇവരുടെ കേസിൽ C4 പ്ലാന്റ്സിൻ്റെ കേസിൽ നടക്കുന്നത് മീസോഫിൽ സെല്ലിലല്ല, ബണ്ടിൽ ഷീറ്റിലാണ്. അങ്ങനെ അവർ കാൽവിൻ സൈക്കിളിൽ എൻട്രി ചെയ്യും. ദെൻ പിന്നെ ഈ ഉണ്ടാവുന്ന C3 ആസിഡ് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ബാക്ക് ടു ദ മീസോഫിൽ സെൽസ് അല്ലേ. കാരണം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ C3 ആസിഡ് തന്നെയാണ് എന്ത് ചെയ്യുക, പൈറുവേറ്റ് പോലെയുള്ള C3 ആസിഡാണ് അവിടെ സിന്തസൈസ് ചെയ്യുക. ആ പൈറുവേറ്റ് എന്ത് ചെയ്യും, തിരിച്ച് മീസോഫിൽ സെല്ലിലേക്ക് തന്നെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മളെ പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. സോ നമുക്കതൊന്നും കൂടി ഈസിലി ആയിട്ട് മനസ്സിലാവും. So this is the complete picture of a C4 cycle. We can check this. Okay. So you can see here ഇതാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ സ്റ്റൊമാറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും ലീഫിൽ. ആ സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ ഓപ്പൺ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു നിന്നും ഇങ്ങോട്ട് വരുന്നു അല്ലേ. അങ്ങനെ ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പെട്ടെന്ന് തന്നെ കാർബോണിക് അൺഹൈഡ്രേസ് എന്ത് ചെയ്യും, കാർബോണിക് ആസിഡ് HCO3 ഫോമിലേക്ക് അതിനെ മാറ്റും. ഇനി ഇത് നോർമലി നടക്കുന്നതാണ്, കാരണം ഈ ഒരു പ്ലാന്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്ത ഉടനെ തന്നെ അതിനെ ഈ HCO3 ഫോമിലേക്ക് മാറ്റും. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം. ഫോസ്ഫോയിനോൾ പൈറുവേറ്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്ന എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ്. സോ ഈ ഒരു പെപ്പ് കാർബോക്സിലേസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ആഡഡ് ദ കാർബോണിക് ആസിഡ് ഇൻ ടു ദി പെപ്പിലേക്ക് എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ അത് ആഡ് ചെയ്ത് കൊടുത്തു.
ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ഓക്സാലോഅസറ്റേറ്റ്. ഒരു C4 ആസിഡ് ആയിട്ടുള്ള ഓക്സാലോഅസറ്റേറ്റ് അവിടെ ഫോം ചെയ്തു. ആ ഓക്സാലോഅസറ്റേറ്റിലേക്ക് അനദർ എൻസൈം ഈസ് നോൺ ആസ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഇവരെന്ത് ചെയ്യും? they will be doing a dehydrogenation reaction and what happen, they will be utilizing one NADPH. ഇവിടെ malate dehydrogenase എന്ന് പറയുന്നത് NADPH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഇവരൊരു മോളിക്യൂൾ ഓഫ് NADPH യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഓക്സാലോഅസറ്റേറ്റിനെ എന്താക്കി മാറ്റും? മാലേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. So this is the C4 acid formed in the C4 cycle. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ് C4 ആസിഡ് ആയിട്ടുള്ള മാലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ മാലേറ്റ് എന്ത് ചെയ്യും? മീസോഫിൽ സെല്ലിൽ നിന്നും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും എങ്ങോട്ടേക്ക്? ബണ്ടിൽ ഷീത്ത് സെല്ലിലേക്ക് അല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു എൻസൈമാണ് മാലിക് എൻസൈം എന്ന് പറയുന്നത്. മാലിക് എൻസൈം. ദ മാലിക് എൻസൈം ഈസ് എ NADP ഡിപ്പെൻഡൻ്റ് എൻസൈം. NADP എന്ന് പറഞ്ഞിട്ടുള്ള എനർജറ്റിക്കിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുക? ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പ് നടത്തുന്നത് കേട്ടോ. ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പ്. അങ്ങനെ ഡീകാർബോക്സിലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു C3 ആസിഡാണ് അല്ലേ. ഒരു C3 ആസിഡ്, അതായത് പൈറുവേറ്റ് കിട്ടുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിളിലേക്ക് അത് എൻ്റർ ചെയ്യുന്നു ആൻഡ് കംപ്ലീറ്റിംഗ് ദ സൈക്കിൾ. അങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ഈ പൈറുവേറ്റ് തിരിച്ച് എന്ത് ചെയ്യും? ബണ്ടിൽ ഷീത്ത് സെല്ലിൽ നിന്നും പ്ലാസ്മോഡെസ്മേറ്റ് വഴി എങ്ങോട്ടെത്തും? മീസോഫിൽ സെല്ലിലേക്ക് എത്തും. അങ്ങനെ മീസോഫിൽ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർ പൈറുവേറ്റ് ഫോസ്ഫോ ഡൈകൈനേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഈ പൈറുവേറ്റിലേക്ക് എന്ത് ചെയ്യും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പെപ്പിനെ റീജനറേറ്റ് ചെയ്യും. അതോടുകൂടിയിട്ട് C4 സൈക്കിൾ എന്ത് ചെയ്യും? കംപ്ലീറ്റഡ് ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു CSER പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന 3 എൻസൈമുകളും അവരുടെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതാണ്. റെഗുലേഷൻ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് എൻസൈംസ് ടേക്ക് പാർട്ട് ഇൻ ദ C4 സൈക്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് വെയർ വി ക്യാൻ ഫൗണ്ട് ദ C4 സൈക്കിൾ അല്ലേ. നമ്മൾ നേരത്തേക്ക് പറഞ്ഞു C4 പ്ലാന്റ്സുകൾ ഉണ്ട് എന്നുള്ളത്. ക്രാൻസ് അനാട്ടമി കാണിക്കുന്ന C4 പ്ലാന്റ്സുകളുണ്ട്. ആ പ്ലാന്റ്സിലാണ് നമ്മൾ എന്ത് വിസിബിൾ ആവുന്നത്? വി ക്യാൻ വിസിബിൾ ദ വാട്ട്? C4 സൈക്കിൾ. സോ നോർമലായിട്ട് ഈ ഒരു C4 സൈക്കിൾ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ട്രോപ്പിക്കൽ ഗ്രാസസിലാണ്. അതായത് ഷുഗർ കെയിൻ, അതുപോലെ മെയ്സ്, ചോളം, കരിമ്പ് പോലെയുള്ള പ്ലാന്റിലായിരുന്നു റിസർച്ച് നടത്തിയപ്പോഴാണ് ആദ്യമായിട്ട് C4 സൈക്കിളിനെ ഡിസ്കവർ ചെയ്തത്. പിന്നീട് ഒരുപാട് പ്ലാന്റ്സുകളിൽ ഈ ഒരു C4 സൈക്കിൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇറ്റ് ഈസ് ഓക്കെ നോട്ട് ഓൺലി ഇൻ മോണോക്കോട്ട് അല്ല, മോണോക്കോട്ടിൽ മാത്രമല്ല മറിച്ച് ഡൈക്കോട്ടിലിഡീനസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളിലും C4 സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊമിനൻ്റ് ആയിട്ട് C4 സൈക്കിൾ കാണുന്ന ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഗ്രാമിനെ. ഗ്രാമിനെ എന്ന് പറയുന്നത് ഗ്രാസസ് ഫാമിലിയാണ്. മോണോക്കോട്ടിലിഡീനസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അതിൽ കോൺ, മില്ലറ്റ്, ഷുഗർ കെയിൻ, സ്വർഗം പോലെയുള്ള പ്ലാന്റ്സുകളിൽ എന്ത് ചെയ്യും? ഈ ഒരു C4 സൈക്കിൾ വിസിബിൾ ആണ്. അതുപോലെ തന്നെ ചീനോപോഡിയേസിയെ ആൻഡ് സൈപ്പറേസിയ ഫാമിലി, ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളിലെല്ലാം തന്നെ നമ്മൾ എന്ത് വിസിബിൾ ചെയ്യാറുണ്ട്? C4 സൈക്കിൾ നമ്മൾ കാണാറുണ്ട്. നെക്സ്റ്റ് റെഗുലേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദ C4 സൈക്കിൾ. അതായത് 3 എൻസൈമുകളുടെ റെഗുലേഷൻ വഴിയാണ് ഈ C4 സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി പെപ്പ് കാർബോക്സിലേസ് എൻസൈം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കാർബോക്സിലേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം എന്ന് പറയാം. ആൻഡ് NADP മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം അല്ലേ, അത് സെക്കൻഡ് എൻസൈമാണ്. അതുപോലെ തന്നെ പൈറുവേറ്റ് ഓർത്തോഫോസ്ഫേറ്റ് ഡൈകൈനീസ്. അപ്പോൾ ഇവിടെ ഇത് കാർബോക്സിലേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിനെ. സെക്കൻഡ് ഡീകാർബോക്സിലേഷനെ
പ്രൊമോട്ട് ചെയ്യുന്ന എൻസൈമാണ് NADP മാലൈറ്റ് ഡീഹൈഡ്രോജനേസ്. നെക്സ്റ്റ് റീജനറേഷൻ സ്റ്റെപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഓർത്തോഫോസ്ഫേറ്റ് ഡൈകൈനേസ്. അപ്പോൾ ഈ 3 എൻസൈമിൻ്റെയും റെഗുലേഷൻ എപ്പോഴും CSIR C പാർട്ടിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളെ വെച്ചിട്ടും റിയാക്ഷൻസ് ബേസ് ചെയ്തിട്ടും അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ്റെ ബേസിലൊക്കെ C പാർട്ടിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ 3 എൻസൈംസുകളുടെയും റെഗുലേഷൻ എന്ന് പറയുന്നത് 2 മെക്കാനിസംസിലൂടെയാണ് നടക്കുക. ഒന്നുകിൽ റിഡക്ഷൻ ഓക്സിഡേഷൻ മെക്കാനിസത്തിലൂടെയാണ് നടക്കുക, അതായത് ഇലക്ട്രോൺ ഗെയിനിങ്ങും ഇലക്ട്രോൺ ലോസിങ്ങും, അങ്ങനെ റിഡക്ഷൻ ഓക്സിഡേഷൻ സ്റ്റെപ്പിലൂടെ, അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ ആൻഡ് ഡീഫോസ്ഫോറിലേഷൻ ആ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ റിഡക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടോണിനെ കൊടുക്കുന്നു, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ പ്രോട്ടോണിനെ നൽകുന്നു, അതിനെ ബേസ് ചെയ്തിട്ട്. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെറിൻ റെസിഡ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ത്രിയോണിൻ റെസിഡ്യൂസ് ഉണ്ടായിരിക്കും. ആ സെറിനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്താൽ അത് ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. അല്ല, ഇതിൽ ഓൾറെഡി ഉള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്, ഡീഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു മെക്കാനിസം വഴിയാണ് നോർമലായിട്ട് ഈ ഒരു 3 എൻസൈംസും എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ CSIR UGC നെറ്റ്. വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാനും MCQs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള CSIR UGC നെറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കുള്ള വാട്സാപ്പ് ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. സോ പ്ലീസ് join to that and happily learn and join with Taifa. Thank you so much.